ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എങ്ങനെ എഴുതാമെന്നാണ് കണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് KTU എഞ്ചിനീയറിംഗ് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഴുതാനായിട്ട് അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെന്റ് ദ ഫംഗ്ഷൻ ആസ് എ ഫൊറിയർ ഇന്റഗ്രൽ. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിനെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആക്കി കാണിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇന്റഗ്രൽ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ഏത് റീജിയനിൽ? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1ലും ആൻഡ് 0 വേർ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോ ഈ മോഡുലസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മുടെ മോഡുലസ് ഫംഗ്ഷനാ. സോ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനുസരിച്ച് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1, അതായത് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന റീജിയനിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 1 ആണ്. ബാക്കി എല്ലാ റീജിയനിലും അതാണ് നമ്മുടെ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ റീജിയൻ അല്ലാതെ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 അല്ലാതെ ബാക്കി എല്ലാ റീജിയനിലും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഒന്ന് നോക്കിയാലോ. അപ്പൊ ആദ്യം ഞാൻ -∞ ടു ഇൻഫിനിറ്റി മാർക്ക് ചെയ്യാണ്. നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ ഏതാ? -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. -1ഉം 1ഉം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് -1 തൊട്ട് 1 വരെ ഈ -1ഉം 1ഉം ഇൻക്ലൂഡഡ് അല്ല. അതിന്റെ ഇടയിലുള്ള റീജിയനിലെ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ എത്രയാണ്? 1 ആണ്. ബാക്കി എല്ലാ റീജിയനിലും അതായത് -∞ തൊട്ട് -1 വരെയും 1 തൊട്ട് ഇൻഫിനിറ്റി വരെയും നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ആ ഫംഗ്ഷനെ ഒന്ന് ഞാൻ ഗ്രാഫിക്കലി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളോട് ക്വസ്റ്റനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇവാലുവേറ്റ് ദി ഇന്റഗ്രൽ അല്ലെ. ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് പി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതല്ലേ നമ്മൾ പഠിച്ച ഫോർമുല. അപ്പോ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇവിടെ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്ന ടേം ഉണ്ട് അല്ലെ. അതായത് ഫസ്റ്റ് ടേം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ടോ നോക്കിക്കേ. സൈൻ ഒമേഗ അല്ല ചോദിച്ചിരിക്കുന്നത്. സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്ന ടേം നമുക്ക് ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ അകത്ത് ഇല്ല. അതായത് ഇവിടെ നമുക്ക് കോസ് ഒമേഗ എക്സ് കൊസൈന്റെ ടേം മാത്രമേ ഉള്ളൂ അല്ലെ. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഫോറിയർ കോസൈൻ ഇന്റഗ്രൽ നമ്മൾ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളോട് ക്വസ്റ്റനിൽ ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ അകത്ത് കോസ് ഒമേഗ എക്സ് ആണോ സൈൻ ഒമേഗ എക്സ് ആണോ ഉള്ളതെന്ന് നോക്കുക. ഇപ്പൊ കോസ് ഒമേഗ എക്സ് ആണോ ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ ഫോറിയർ കോസൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്താൽ മതി. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ അകത്ത് സൈൻ ഒമേഗ എക്സ് ആണ് ഉള്ളതെങ്കിൽ അവിടെ ഫോറിയർ സൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഇന്റഗ്രലിന്റെ അകത്ത് കോസ് ഒമേഗ എക്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ അവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല എന്തായിട്ട് മാറും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് മാറും. എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 by pi integral 0 to infinity f of x into cos omega x dx. അപ്പൊ ഇതാണ് ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലാസ് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മുടെ എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇന്റർവൽ ഏതാണ്? 0 ടു ഇൻഫിനിറ്റി ആണ് നമുക്ക് വേണ്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓൾറെഡി എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തപ്പോൾ അവിടെ ഒരു ഗ്രാഫ് വരച്ചിരുന്നില്ലേ. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് വരച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മളോട് എ ഓഫ് ഒമേഗയിൽ ചോദിച്ചിരിക്കുന്നത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ് അല്ലെ. അപ്പൊ 0 എന്ന് പറയുന്നത് ഇവിടെ വരും. നമുക്ക് വേണ്ടുന്നത് ഈ ഒരു റീജിയനിലെ മാത്രം ഫംഗ്ഷൻ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് ഇവിടുത്തെ ഗ്രാഫ് അനുസരിച്ചിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 0 ടു 1 വരെയും 1 തൊട്ട് ഇൻഫിനിറ്റി വരെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കേ. 0 ടു 1 എന്ന് പറയുന്ന റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. പക്ഷെ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ 1 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവൽ ആക്ച്വലി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് ഇന്റർവൽ മാത്രം മതി? 0 ടു 1 മാത്രം ഇവിടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താവും? 2 by pi ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി വേണ്ട നമ്മൾ പറഞ്ഞു. അതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 0 ടു 1 മാത്രം ഇനി കൺസിഡർ ചെയ്താൽ മതി. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ എന്താണ്?
0 to 1 എന്ന് പറയുന്ന റീജിയനിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഇതിനെ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 2/π ഇൻറ്റു ഇന്റഗ്രൽ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താണ് വരിക? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. ഒമേഗ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ വന്നത്. ലിമിറ്റ്സ് 0 to 1 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/ഒമേഗനെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടേക്കാം. അപ്പൊ ആദ്യം നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കാം. അപ്പൊ സൈൻ ഒമേഗ എന്ന് വരും അല്ലെ. പിന്നെന്താ ഉള്ളത്? എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ സൈൻ 0 എന്ന് വരും. സൈൻ 0 എന്ന് പറയുന്നത് എന്താ? 0 ആണ്. അതായത് നമുക്ക് ഫൈനലി ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ എന്നാണ് നമുക്ക് എ ഓഫ് ഒമേഗ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എ ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോറിയർ കൊസൈൻ ഇന്റഗ്രലിൽ ഇനി ഡയറക്റ്റ് എഫ് ഓഫ് എക്സിലും ഇട്ട് കൊടുത്താൽ പോരെ? ഇതായിരുന്നു നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല. ഏത് കേസിൽ? ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ അല്ലേ. അപ്പൊ എ ഓഫ് ഒമേഗ നമ്മൾ കണ്ടുപിടിച്ചു. അതിനെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും? 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ. ബാക്കി കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടി. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന ഈ ഇന്റഗ്രൽ എന്താന്ന് നോക്കിക്കേ. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. അതായത് ഈ ഒരു പാർട്ട് അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ 2/π ഇല്ലെന്നല്ലേ ഉള്ളൂ. അതായത് നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതും? നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2/π സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ് അല്ലെ. അപ്പോ ഇതിനെ നമുക്ക് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് മാത്രം മതി എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഈ 2/πനെ ഈ പുറത്തെടുത്തു കഴിഞ്ഞാൽ 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സാധനം മാത്രം ലെഫ്റ്റ് സൈഡിൽ ഇടുക. അപ്പൊ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു ഈ 2/πനെ നമ്മൾ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതെന്താവും? π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാവും അല്ലെ. ഓൾറെഡി നമുക്ക് എഫ് ഓഫ് എക്സിനെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ ക്വസ്റ്റനിലെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നതിനെ ഇവിടോട്ട് റൈറ്റ് സൈഡിൽ റീറൈറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വെച്ച് നിങ്ങൾ ആൻസർ നിർത്തരുത്. നമ്മളോട് ക്വസ്റ്റനിൽ ഇവാലുവേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം. നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദൻ 1 ആൻഡ് മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദൻ 1 വാല്യൂ നമുക്ക് കിട്ടി അല്ലെ. പക്ഷെ എക്സ് ഈക്വൽ ടു 1 എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോ ഇവാലുവേറ്റ് എന്ന് ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എക്സ് ഈക്വൽ ടു തന്നിരിക്കുന്ന പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ ആ പോയിന്റിലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. അതായത് എഫ് ഓഫ് 1 ആണ് നമുക്ക് വേണ്ടുന്നത്. ഇത് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. എഫ് ഓഫ് 1 മൈനസ് പ്ലസ് എഫ് ഓഫ് 1 പ്ലസ്. അതായത് 1 എന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള എഫ് ഓഫ് എക്സ് വാല്യൂസും 1ന്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള എഫ് ഓഫ് എക്സ് വാല്യൂസും അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ അല്ലെ. അപ്പൊ എഫ് ഓഫ് 1 മൈനസിനെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എഫ് ഓഫ് 1 മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് വരച്ച് നോക്കിക്കേ. 0 to ഇൻഫിനിറ്റിയിൽ 0 തൊട്ട് 1 വരെ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ 1ഉം 1 തൊട്ട് ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആയിരുന്നു. അപ്പൊ എഫ് ഓഫ് 1 മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം 1 എന്ന് പറയുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. അതിന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഈ ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ആ റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. എഫ് ഓഫ് 1 മൈനസിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുക. ആൻഡ് എഫ് ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? 1ന്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫംഗ്ഷൻ വാല്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. സോ 1 പ്ലസ് 0/2 എന്നാണ് വരിക. അതായത് ഇവിടെ എഫ് ഓഫ് 1ന്റെ വാല്യൂ എന്താണ്? 1/2. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്ന ഫോർമുലയാണ് അല്ലെ. അതിന്റെ അകത്തോട്ട് എക്സ് ഈക്വൽ ടു 1 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ബൈ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു π/2. പിന്നെന്താ ഉണ്ടായിരുന്നത്? 1 ഫോർ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദൻ 1. ഇനി എക്സ് ഈക്വൽ ടു 1ലെയും കൂടെ നമ്മൾ എഴുതണം എന്ന് പറഞ്ഞു. അതാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ 1/2. അതുപോലെ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 നമ്മുടെ വാല്യൂ 0 ആയിരുന്നു. ഫൈനലി ഈ π/2 ഒന്നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ π/2 ഫോർ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദൻ 1, π/4 ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 1, 0 ഫോർ മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ മറന്നു പോരുത്, ക്വസ്റ്റനിൽ ഇവാലുവേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു ആ തന്നിരിക്കുന്ന പോയിന്റിലെയും കൂടി ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഫൈനൽ ആൻസർ എഴുതാൻ പാടുള്ളൂ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുകയാണ് ഫോറിയർ സൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്താൽ മതി എന്ന്. ആൻഡ് നമ്മളോട് ഇവാലുവേറ്റ് ഒരു ഇന്റഗ്രൽ കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഫോറിയർ സൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും എഫ് ഓഫ് എക്സ് തന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഈ ഒരു ഇന്റഗ്രൽ തരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂ നോക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിലും. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ ഒമേഗ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് ഒമേഗയാണ് കിടക്കുന്നത് അല്ലെ. കോസ് ഒമേഗ എക്സിന്റെ ടേം ഇവിടെ ഉണ്ടോ? ഇല്ല. കോസ് പൈ ഒമേഗ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, കോസ് ഒമേഗ എക്സ് അതിന്റെ ഒരു ടേം ഇവിടെ ഇല്ല. സൈൻ ഒമേഗ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് ഒമേഗയാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ സൈൻ ടേം മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്താൽ മതി? ഫോറിയർ സൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കുക. പക്ഷെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ഫോറിയർ സൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോറിയർ സൈൻ ഇന്റഗ്രലിന്റെ ഫോർമുലാസ് അങ്ങ് എഴുതാം. അപ്പോൾ നമ്മുടെ ഫോർമുലാസ് ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം അല്ലെ. നമ്മുടെ ഇന്റർവൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇത് 0 to ഇൻഫിനിറ്റി ആണ് അല്ലെ. ജസ്റ്റ് നമുക്കൊന്ന് വരച്ച് നോക്കാം. 0യും ഇൻഫിനിറ്റി. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഏതൊക്കെ റേഞ്ചിലാണ് തന്നിരിക്കുന്നത്? 0 to പൈയും പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ പൈയും അല്ലെ. അപ്പോൾ നമുക്കിവിടെ പൈ എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. 0 to പൈ വരെ നമ്മുടെ എഫ് ഓഫ് എക്സ് എടുക്കുന്ന വാല്യൂ 1ഉം പൈ തൊട്ട് ഇൻഫിനിറ്റി വരെ വാല്യൂ എന്ന് പറയുന്നത് 0യും ആണ് അല്ലെ. അപ്പൊ ഈ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 0 to പൈ പ്ലസ് പൈ ടു ഇൻഫിനിറ്റി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ റീജിയനിൽ പൈ ടു ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് എക്സ് വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ ഏത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? 0 to പൈ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ബി ഓഫ് ഒമേഗ എങ്ങനെയാവും? 2/π. നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റിയെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഏത് റീജിയൻ മാത്രം വന്നേ? 0 to പൈ മാത്രമേ വന്നുള്ളൂ അല്ലെ. ആൻഡ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 to പൈയിലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നോക്കുക, അവിടെ 1 ആണ്. സോ 1 ഇൻറ്റു ബാക്കി ഈ സൈൻ ഒമേഗ എക്സ് ഡി എക്സിനെ അതുപോലെ തന്നെ എഴുതുക. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ 2/π ഇൻറ്റു ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താ? മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗയാണ്. ലിമിറ്റ്സ് എന്തൊക്കെയാണ്? 0യും പൈയും. നമുക്ക് ഈ ലിമിറ്റ്സിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഇനി പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2/π ഒമേഗ എന്ന് വരും. ആൻഡ് എക്സിന്റെ സ്ഥാനത്ത് ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് ആയ പൈ ഇട്ട് കൊടുക്കാം. അപ്പൊ മൈനസ് കോസ് ഒമേഗ പൈ, മൈനസ് മൈനസും കൂടെ അകത്ത് ഇനി പ്ലസ് ആവും. എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ കോസ് ഒമേഗ ഇൻറ്റു 0, അതായത് ഇത് കോസ് 0 ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ വരും? ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് 2/π ഒമേഗ ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ 1 മൈനസ് കോസ് ഒമേഗ പൈ എന്ന് കിട്ടും. അപ്പോൾ ബി ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2/π ഒമേഗ 1 മൈനസ് കോസ് ഒമേഗ പൈ ഇൻറ്റു ബാക്കി ഈ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1 മൈനസ് കോസ് പൈ ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് ഒമേഗ. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നതിൽ ഒരു 2/π എക്സ്ട്രാ കിടപ്പുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയല്ലേ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2/πനെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടേക്കാം. 1 മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അതായത് ഈ സെയിം സാധനത്തിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. 2/πനെ പുറത്തേക്ക് എടുത്തു. ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നല്ലേ നമുക്ക് കിട്ടിയത്. സോ ഇവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന ഈ ഒരു ഇന്റഗ്രലിനെ മാത്രം ഇട്ടിട്ട് ഈ 2/πനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 2/πയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ അത് π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നായി. ഇവിടെ π/2 ഇൻറ്റു എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അല്ലെ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ഫോർ 0 ലെസ് ദൻ എക്സ് ലെസ് ദൻ പൈ ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ പൈ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റനിൽ ഇവാലുവേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു ഇവിടെ പൈ ആണല്ലേ വാല്യൂ. സോ എക്സ് ഈക്വൽ ടു പൈയിലെ വാല്യൂം കൂടി നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുക. നമുക്ക് എഫ് ഓഫ് പൈ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് പൈ മൈനസ് പ്ലസ് എഫ് ഓഫ് പൈ പ്ലസ് ബൈ 2. അതായത് പൈയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ വാല്യൂസ് ഏത് വാല്യൂ എടുക്കുന്നേ? 1 ആണല്ലേ. സോ നമുക്ക് 1 പ്ലസ് എഫ് ഓഫ് പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പൈയുടെ റൈറ്റ് സൈഡിലേക്കുള്ള വാല്യൂസ്. അതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. സോ 1 പ്ലസ് 0/2. അതായത് ഇവിടെ എഫ് ഓഫ് പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ എഫ് ഓഫ് പൈ ഈക്വൽ ടു 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇനി ഫൈനൽ ആയിട്ട് നമ്മൾ ഏതിലാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഈ ഒരു ഇന്റഗ്രൽ അല്ലേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ അതിലാണ് നമ്മൾ ഈ ഫൈനൽ ആൻസേഴ്സ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ വരെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പൊ അതിന് നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. π/2 ഇൻറ്റു 1 ഫോർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. ഇനി നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു പൈയിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. എന്താ? 1/2. പിന്നെ
എക്സ് ഗ്രേറ്റർ ദാൻ പൈയിലെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇതിനെ ഫൈനലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ π/2 നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്.